മാലി ഗവൺമെന്റ് വെബ്സൈറ്റിന് നേരെ സൈബർ ആക്രമണമുണ്ടായതായി മാലദ്വീപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ ഹാക്കർമാരാണ് പിന്നിലെന്നാണ് ആരോപണം. റിപ്പോർട്ട് അനുസരിച്ച് മാലദ്വീപ് ഹോം മിനിസ്റ്റർ വെബ്സൈറ്റാണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. ഇതുമാത്രമല്ല, വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ഹാക്കർമാർ ഒരു വാർണിംഗ് മെസ്സേജും ഇട്ടിട്ടുണ്ട്. അതിൽ മാലദ്വീപിന്റെ ആന്റി ഇന്ത്യൻ ആക്ഷനുള്ള മറുപടിയാണ് ഈ ഹാക്കിംഗ് എന്നാണ് കുറിച്ചിരിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണെന്നും ഇതുപോലുള്ള സൈബർ അറ്റാക്കുകൾ ഇനിയും പ്രതീക്ഷിക്കാമെന്നും ഭീഷണിയുണ്ട്. ഇന്ത്യ ഇത്രയും സഹായങ്ങൾ ചെയ്തിട്ടും മാലദ്വീപ് നന്ദികേടാണ് കാണിക്കുന്നതെന്നും ഹാക്കർമാർ ആരോപിക്കുന്നു. ടെക്നിക്കൽ ഇഷ്യൂ കാണിച്ചുകൊണ്ട് മാലദ്വീപ് ഗവൺമെന്റ് വെബ്സൈറ്റ് ഡൗൺ ആയിരിക്കുകയാണ്. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് പ്രധാനപ്പെട്ട പല വെബ്സൈറ്റുകളും ഇന്ത്യൻ ഹാക്കർമാർ ടാർഗറ്റ് ചെയ്യുന്നതായാണ് റിപ്പോർട്ട്. പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയും മാലദ്വീപുമായുള്ള ബന്ധം ഉലഞ്ഞത്. ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യവുമായാണ് മുയ്സു ഇലക്ഷനിൽ മത്സരിച്ചത്. അധികാരത്തിലേറിയ ഉടൻ ഇന്ത്യൻ സൈന്യം മാലദ്വീപ് വിടണമെന്ന അന്ത്യശാസനം പുറപ്പെടുവിക്കുകയും ചെയ്തു. മാലദ്വീപ് ഓഫീസർമാരെ ട്രെയിൻ ചെയ്യാനും ദ്വീപ് രാജ്യത്തിന് വേണ്ട അടിയന്തര സഹായങ്ങൾ ഉറപ്പാക്കാനും വേണ്ടിയായിരുന്നു ഇന്ത്യൻ സൈന്യം മാലിയിലേക്ക് പോയത്. മാലദ്വീപ് ഗവൺമെന്റ് ഇപ്പോൾ ചൈനയുമായി സഖ്യം ചേരുക മാത്രമല്ല, അവരുടെ ചാരക്കപ്പലിന് മാലിയിൽ നങ്കൂരമിടാനുള്ള സൗകര്യവും ഒരുക്കിക്കൊടുത്തിരിക്കുകയാണ്.